ഹായ് ഹലോ, എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, ഇഫ് യു ജഡ്ജ് എ പീപ്പിൾ യു ഡോണ്ട് ഗെറ്റ് എനി ടൈം ടു ലവ് ദം. ഇത് ആരുടെ വാക്കാണെന്നറിയാവോ? നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല എന്നുള്ളത്. ഇത് നമ്മുടെ മദർ തെരേസയുടെ വാക്കുകൾ തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഇത് തന്നെയല്ലേ. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റങ്ങളും കുറവുകളും മാത്രം കാണാനായിട്ട് നമ്മൾ നമ്മുടെ കണ്ണുകൾ കാണുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ടോ അവരൊന്ന് സ്നേഹിക്കുവാനൊക്കെ ആയിട്ടോ നമുക്ക് സാധിക്കത്തില്ല. ഇപ്പോഴും നമ്മുടെ മനസ്സ് അവരോടുള്ള വെറുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ എത്രമാത്രം നന്മകൾ ചെയ്താലും അത് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് നമ്മുടെ കണ്ണുകൾ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ അന്ധനെ നയിക്കുന്ന പോലെ ആയിരിക്കും അത്. നമ്മുടെ കണ്ണില് തടിക്കഷ്ണം എടുത്ത് കളഞ്ഞിട്ട് അപരന്റെ കണ്ണില് ആ ഒരു പൊടി എടുത്ത് കളയാനായിട്ടാണ് ശ്രമിക്കാനായിട്ടാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ? പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്, നമ്മുടെ കണ്ണിൽ വലിയ തടിക്കഷ്ണം ഇരുന്നു കൊണ്ട് അപരന്റെ കണ്ണിൽ ഒരു ചെറിയ പൊടികൾ എടുത്ത് മാറ്റാനായിട്ടുള്ള നമ്മൾ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അവരെ കുറ്റം പറയാനൊക്കെ ആയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് തൊട്ട് നമുക്കങ്ങ് തീരുമാനിച്ചാലോ, ഞാൻ മറ്റുള്ളവരുടെ ഒരു കുറ്റവും എന്റെ ജീവിതത്തിൽ പറയില്ല. അവരെക്കുറിച്ച് ഞാൻ നല്ലത് കാണാനൊക്കെ ആയിട്ട് ശ്രമിക്കും. എന്നോട് അവരെങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, ആ പെരുമാറുന്നതിന് നമ്മൾ കറക്റ്റായിട്ട് ബൗണ്ടറി വെച്ച് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക. പക്ഷെ അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കാതെ അതിനൊരു സെറ്റ് ബൗണ്ടറീസ് അത് ആവശ്യമാണ്. എന്തും നമ്മൾ അങ്ങ് റിസീവ് ചെയ്ത് നമ്മുടെ മൈൻഡ് വേദനിക്കുന്ന മനസ്സുകൾ ആവേണ്ട ആവശ്യമുള്ളവരല്ല. നമ്മളെ തന്നെ സ്നേഹിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമുക്ക് ആവുന്ന വിധം, അപ്പൊ നമുക്ക് ഒത്തിരി നമ്മളെ വേദനിപ്പിക്കുകയാണ്, സങ്കടപ്പെടുത്തുകയാണ് ആണെങ്കിൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് ബൗണ്ടറി വെച്ച് നമ്മളൊന്ന് നീങ്ങാനായിട്ട് ശ്രമിക്കുക. പക്ഷെ അതോടൊപ്പം അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മകളും കൂടെ കാണാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവരോടുള്ള ഒരു കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അത് കൂടുതൽ നമ്മളുടെ മനസ്സിനെ കൂടുതൽ വിശുദ്ധിയും സന്തോഷവും ഉള്ളതൊക്കെ ആക്കാനായിട്ടും സഹായിക്കും. അപ്പം ഇന്ന് ചിന്തിക്കുക, മറ്റുള്ളവരെ നമ്മുടെ ജഡ്ജ്മെന്റ് കണ്ണുകളിലൂടെ കാണാതെ അവരെ ഒന്ന് സ്നേഹിക്കാനായിട്ട്. ഡോണ്ട് ജഡ്ജ് അതേഴ്സ് ആൻഡ് ട്രൈ ടു ലവ് എവരിബഡി. അപ്പം ഹാവ് എ ഗ്രേറ്റ് ഡേ. എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കുക. ചെറിയ ചെറിയ കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുക. എപ്പോഴും നന്ദിയുള്ളവരായി മാറട്ടെ. അപ്പം കൂടുതൽ സന്തോഷവും കൂടുതൽ അനുഗ്രഹവും നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വന്നു നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.